ശരിക്കും പറഞ്ഞാൽ ഞാൻ ഒന്നാമത് ഷിബിലി നടത്തുന്ന പരിപാടിയാണ്ട് സ്റ്റാർട്ടപ്പ് സാലറിന് കണ്ടരും മുതൽ ഒരു എക്സ്പെക്ടേഷൻ വെച്ചിട്ടാണ് വന്നത്. ഡെഫിനറ്റ്ലി ഞാൻ വെച്ച എക്സ്പെക്ടേഷൻ ഇത്ര എനിക്ക് കിട്ടി ഇത്രയാണ്. ഹായ്, പേരെന്താ? എൻ്റെ ഒരു മാസിൻ എങ്ങനെ ഉണ്ടായിരുന്നു സെഷൻ? ശരിക്കും പറഞ്ഞാൽ ഞാൻ ഒന്നാമത് ഷിബിലി നടത്തുന്ന പരിപാടിയാണ്ട് സ്റ്റാർട്ടപ്പ് സാലറിന് കണ്ടരും മുതൽ ഒരു എക്സ്പെക്ടേഷൻ വെച്ചിട്ടാണ് വന്നത്. ഡെഫിനറ്റ്ലി ഞാൻ വെച്ച എക്സ്പെക്ടേഷൻ ഇത്ര എനിക്ക് കിട്ടി ഇത്രയാണ്. എന്തുകൊണ്ടാണ് ഒരു വേർത്ത് ഫീൽ ചെയ്തിട്ടുണ്ട്? അതെ, സെയിം റിപ്ലൈ. ഞാൻ ഒരു വിചാരിച്ചൊരു സംഭവം ഇവിടെ വന്നിട്ട് ഞാൻ എൻ്റർ ചെയ്തിട്ട് പിന്നെ എക്സിറ്റ് ചെയ്യുമ്പോൾ ഞാൻ വന്ന ലെവലിൽ നിന്ന് കുറച്ചും കൂടി ഇൻക്രിമെന്റ് ഉണ്ടാവാന്നുള്ള രീതിയിലാണ് വന്നത്. പക്ഷെ ഞാൻ വിചാരിച്ച ലെവലിനെക്കാട്ടും കുറച്ചും കൂടി ഒന്ന് മെച്ചപ്പെട്ടിട്ടുണ്ട്. നിങ്ങളൊരു സ്റ്റാർട്ടപ്പ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ എങ്ങനെയൊക്കെ തുടങ്ങണം, എവിടെയൊക്കെ തുടങ്ങണം, ഐഡിയാസിനെ കുറിച്ചിട്ടൊക്കെ ഒരു ക്ലാരിഫിക്കേഷൻ കിട്ടിയോ? ഇപ്പം ഞാൻ ഇപ്പോൾ വെച്ചാൽ ഈ സിസ്റ്റമാറ്റിക്കലി പോകുന്നതാണെങ്കിൽ എന്തെല്ലാം സ്റ്റെപ്സ് ഫോളോ ചെയ്യണം, എന്തെല്ലാം ചെയ്യരുതെന്നുണ്ട് ഇതിൽ. അപ്പം ഇതിലൊരു വേണ്ട രീതിയിലുള്ളൊരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. പിന്നെ അതിനിപ്പോൾ റാക്കിലേക്ക് അതിന് ഇതായിട്ട് വരുന്നതാണെങ്കിൽ എന്തെല്ലാം ചെയ്യണം, ഏത് പ്രോസസ്സിലൂടെ കടന്നു പോകണം എന്നുള്ളതിന് ഒരു അണ്ടർസ്റ്റാൻഡിങ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഡെഫിനറ്റ്ലി എനിക്കിത് നല്ല രീതിയിൽ ഒരു ഉപകാരമായിട്ടുണ്ട് എന്തായാലും. ഓഫ് കോഴ്സ് ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ ഈ ഒരു ഐഡിയ ഒന്ന് റെഡിയാക്കി വെച്ചിട്ട് ഓൾമോസ്റ്റ് 6 months അങ്ങനെ ആയി. ഞാൻ അതിന് ശേഷം ഞാനിങ്ങനെ നോക്കുന്നില്ല, ഞാൻ എങ്ങനെ തുടങ്ങും ഒരു ഐഡിയ ഇല്ല. കാരണം ഇത് കുറച്ചും കൂടി ടെക്നോളജി ബേസ്ഡ് സംഭവമായതുകൊണ്ട് എനിക്കിത് സ്റ്റാർട്ട് ചെയ്യണം കുറച്ചും കൂടി നോളജ് ഉണ്ടാവണം. പക്ഷെ എനിക്ക് അത് പഠിക്കാനുള്ളൊരു ടൈമും ഇല്ല. ഭയങ്കര ടൈം കൺവിൻസിങ് ആണ്. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ നിൽക്കുമ്പോഴാണ് പിന്നെ റഹ്മാൻ ഖാനെ മുന്നേ ഫോളോ ചെയ്യുന്നുണ്ട്, റാക്കിൻ്റെ അതിൻ്റെ സ്റ്റാർട്ടിങ്ങിലെ തന്നെ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോഴാണ് സ്റ്റാർട്ടപ്പ് സാറുടെ വരുന്നതും പിന്നെ ഇവിടുത്തെ അമൃത് സർ അങ്ങനെ കോണ്ടാക്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരു ചെറിയൊരു ബോണ്ടിങ് എല്ലാം നിലനിർത്തി അങ്ങനെ ഇതിലേക്ക് വന്ന് ഇപ്പോൾ എന്തൊരു കോൺഫിഡൻസ്, ഇത് കുറച്ചും കൂടി മേലെ എത്തും എന്നുള്ളതും അങ്ങനെ ഒരു കോൺഫിഡൻസ് എന്തായാലും ഉണ്ടായി. ആൻഡ് താങ്ക് യു റാക്ക് ഫോർ ദാറ്റ്.